പ്രാർത്ഥിക്കാനും ദൈവത്തോടൊപ്പം ഇരിക്കാനും ദൈവവചനം കേൾക്കാനും നമുക്ക് ശക്തമായ ഒരു പ്രേരണ അനുഭവപ്പെടുന്ന ദിവസങ്ങളുണ്ട്. എന്നാൽ ബൈബിൾ തുറക്കാനോ പ്രാർത്ഥനയിൽ മുട്ടുകുത്താനോ നാം തീരുമാനിക്കുമ്പോൾ എന്തെങ്കിലും നമ്മെ തടസ്സപ്പെടുത്തുന്നതായി തോന്നുന്നുണ്ടോ? പെട്ടെന്നുള്ള ഒരു ജോലി, ഒരു അടിയന്തര ചിന്ത, ഒരു ഫോൺ കോൾ, അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിതമായ ഒരു വിസിറ്റർ പോലും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരാറുണ്ട്. ഇത് യാദൃച്ഛികമായി സംഭവിക്കുന്ന ഒന്നല്ല. നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി അറിയുകയും ദൈവവുമായുള്ള നമ്മുടെ അടുപ്പത്തെ ഭയപ്പെടുകയും ചെയ്യുന്ന ദുഷ്ടന്റെ സമർത്ഥമായ പ്രവൃത്തിയാണിത്. നിങ്ങളെ പ്രാർത്ഥിക്കുന്നതിൽ നിന്നും തടയാനും നമ്മുടെ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കുന്നതിനും തടസ്സമായി പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. ശബ്ദം, ആളുകൾ, ക്ഷീണം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ സ്വന്തമായ ഒരു ചിന്ത പോലും. എന്നാൽ ഇതാ നിങ്ങൾക്കുള്ള ഒരു സന്തോഷവാർത്ത. നിങ്ങൾക്ക് ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയും. ഓർക്കുക, ഒരു ചെറിയ തടസ്സമില്ലാത്ത ഒരു സമയം നിങ്ങൾ നിശ്ചയിക്കുക പ്രാർത്ഥനയ്ക്കായി. നിങ്ങളുടെ ഫോൺ ഓഫ് ചെയ്യുക. എപ്പോഴും ഒരു പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തിനകത്തുനിന്ന് ഉണ്ടാവണം. പരിശുദ്ധാത്മാവേ, എന്റെ പ്രാർത്ഥനയുടെ സമയത്തെ അങ്ങ് സംരക്ഷിക്കണമേ. എന്റെ ഹൃദയത്തെ അങ്ങ് ഏകാഗ്രമാക്കി നിർത്തുമാറാകണമേ എന്നൊരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്നും എന്നും ഉണ്ടാകണം. ഓർക്കുക, പ്രാർത്ഥിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം ഇതിനകം തന്നെ ഒരു വിജയമാണ്. ശ്രദ്ധ, വൃതിചലനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥന ഒരിക്കലും ഉപേക്ഷിക്കരുത്. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. യാക്കോബ് 4:7. ഓർക്കുക, ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഫലം കായ്ക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശബ്ദത്തെക്കാൾ ഉച്ചത്തിലുള്ള ഒരു ശബ്ദവും ഉണ്ടാകാതിരിക്കട്ടെ.